ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ ട്യൂബ് ലൈറ്റ് വെച്ചിട്ട് ഒരു അക്വേറിയം ഉണ്ടാക്കി എടുക്കാൻ പോകണം. അതിന് വേണ്ടി നമ്മൾ പഴയ ട്യൂബ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കട്ടിംഗ് പ്ലെയറൊക്കെ യൂസ് ചെയ്യുന്ന തലപ്പ് ഭാഗം എല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കില്ലെങ്കിൽ കൈ കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ട്യൂബ് ലൈറ്റിന്റെ ഉൾഭാഗം കൂടി പൊട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. അതിന് വേണ്ടി നമ്മൾ നല്ല സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ച് മെല്ലെ തട്ടിയിട്ട് അതിന് പൊട്ടിക്കുന്നത്. ചെറിയൊരു സൗണ്ട് ആയിട്ട് പൊട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. നമുക്കിത് രണ്ട് രീതിയിൽ പൊട്ടിച്ചെടുക്കാം. ഒന്ന് നമ്മുടെ സാധാ കയറൊക്കെ കെട്ടിയതിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് മെല്ലെ തിരിച്ചിട്ട് വെള്ളത്തിലിട്ട് ആ സാധാ രീതിയിൽ പൊട്ടി വരും. അതേപോലെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിന്റെ തലപ്പുഭാഗം മെല്ലെ മെല്ലെ പൊട്ടിച്ചെടുക്കുക. അങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് പൊട്ടിക്കണം. ചിലപ്പോൾ ബൾബ് ഫുള്ളായി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ മെല്ലെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ തലപ്പൊക്കെ പൊട്ടിച്ചെടുക്കുന്നത്. ട്യൂബ് ലൈറ്റ് സൈഡ് ഭാഗം പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എംസാൻഡ് ഇട്ടിട്ട് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. എംസാൻഡ് തന്നെ വേണമെന്നില്ല, മണലോ മണ്ണോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളത് പൊടി നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളത് പൊടി ഫുള്ളായി കളയേണ്ടതാണ്. ട്യൂബ് ലൈറ്റിൽ എംസാൻഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ 2-3 വട്ടം വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ട്. അങ്ങനെ മെല്ലെ വാട്ടറൊക്കെ എടുത്ത് നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു വട്ടം വാഷ് ചെയ്ത് മെല്ലെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം കഴിഞ്ഞ് നമ്മൾ 2-3 വട്ടം ട്രൈ ചെയ്യുന്നത്. അങ്ങനെ 2-3 വട്ടം ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫുള്ളായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ട്യൂബ് ലൈറ്റ് ഒക്കെ ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം അടുത്ത പരിപാടി വെച്ചാൽ നമുക്കൊരു എൽ ഷേപ്പ് ക്ലാമ്പ് ഉണ്ടാക്കേണ്ടത്. അത് PVC വെച്ച് നമുക്ക് ശരിക്കും ഉണ്ടാക്കാൻ പറ്റും. PVCൻ്റെ ഒന്ന് വാങ്ങിയാൽ മതി. സോ നമ്മുടെ PVCൻ്റെ വാങ്ങിക്കില്ല, നമ്മുടെ പൈപ്പ് ജസ്റ്റ് ഞാൻ വളച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പൈപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് തീ കാച്ചിയതിന് ശേഷം അതിലോട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. തീ കാച്ചിയതിന് ശേഷം ഫിക്സ് ചെയ്താൽ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, ഇളകി പോകുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ട്യൂബ് ലൈറ്റ് അതിലോട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ട്യൂബ് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നല്ല രീതിക്ക് പ്രഷർ കൊടുത്ത് ചെയ്യാതിരിക്കുക, കുറച്ച് മെല്ലെ അതിലോട്ട് കയറ്റി വെച്ചാൽ മാത്രം മതിയാവും. അങ്ങനെ ഗൈസ്, നമ്മൾ ട്യൂബ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് വല്ല ലീക്കിങ് അങ്ങനെ വല്ലതും ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടി നമ്മൾ കപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ച് മെല്ലെ ഒഴിച്ച് നോക്കണ്ടല്ലോ ലീക്കിംഗ് ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ ട്യൂബ് ലൈറ്റ് ലീക്കിംഗ് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് അതിലോട്ട് ഫിഷസിന് ഇട്ട് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. നല്ല ചന്തമുണ്ട് നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നത് കാണാൻ. നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി ഗപ്പിസിനെ നമ്മൾ അതിലോട്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഭംഗിയുണ്ടാവും. ഈ വെയിലൊക്കെ അടിക്കുമ്പോൾ കാണാൻ അതിലോട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഈ ഫിഷസിൽ കുറേ നേരം സർവൈവ് ചെയ്യില്ല, കുറച്ച് നേരം മാത്രം അവന്മാർ സർവൈവ് ചെയ്യുള്ളൂ. ഇതിന് അതിൻ്റെതായ എയറേഷൻ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും കുറച്ച് ദിവസം മാത്രമേ ഈ ഫിഷിന് ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അധികം നേരം ഇതിലൊന്നും ഇടാൻ പറ്റും. ജസ്റ്റ് ഷോയ്ക്ക് മാത്രം നമ്മൾ കാണിച്ചിരുന്നതാണ് ഇത്. ഇതുപോലെ ഇവന്മാരുടെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.